welcome back to my YouTube channel Rinse Rocks. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിൻസ് റോക്സ്. ഇന്ന് ഞാൻ ഈ ഒരുങ്ങിയിരിക്കുന്ന എങ്ങോട്ട് പോകാനാണെന്നറിയാമോ? ഇന്നിവിടെ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നവംബർ മാസം ലാസ്റ്റ് വീക്ക് നമുക്കിവിടെ ബ്ലാക്ക് ഫ്രൈഡേ കിട്ടും. ചില ഓഫറുകൾ ഇലക്ട്രോണിക് സാധനങ്ങൾക്കായിരിക്കും കൂടുതലൊന്നും കേട്ടോ ഓഫേഴ്സ് കിട്ടുന്നത് കേട്ടോ. അന്നേരം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഡ്രസ്സിന്, ഷൂസിന്, അതെല്ലാത്തിനും നമുക്ക് ഓഫേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ. അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ പോകുന്നത് അങ്ങോട്ടാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാമേ. ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണേ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ ട്രെയിനാണേ പോകുന്നത്. എവിടെ പോയാലും ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരും ട്രെയിൻ, 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ, 2 മിനിറ്റിനുള്ളിൽ വരും ട്രെയിൻ. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്ഥലം കേട്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ കുറേ സ്ഥലങ്ങളാണ് ഇത്. ഇന്ന് ചെറിയൊരു വെയിലുണ്ട്. എന്ന് ഞാൻ ഫുള്ള് പ്രൊട്ടക്ഷനോട് കൂടി വന്നാലും അന്ന് ഇച്ചിരി തണുപ്പിനൊരു കുറവ് കാണും കേട്ടോ. കയറി ഇതാണ് ഞങ്ങളുടെ റെയിൻ ഗാലറി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളേ. അന്നേരം ഞങ്ങൾ എപ്പോഴും മിക്കവാറും ഞങ്ങൾ വരുന്നതൊക്കെ ഇവിടെ തന്നെയായിരിക്കും. ബ്ലാക്ക് ഫ്രൈഡേയോടനുബന്ധിച്ച് എല്ലാ കടയിലും ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. കണ്ടോ, ബ്ലാക്ക് ഫ്രൈഡേ 40% ഓഫ്. ഇത് ഈ ഷോപ്പ് മാത്രമല്ല കേട്ടോ, എല്ലാ ഷോപ്പുകളിലും, ഇവിടുത്തെ ഏതൊക്കെ ഷോപ്പുണ്ടോ ആ ഷോപ്പുകളിലെല്ലാം എല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഇന്നത്തെ ദിവസം 40%, 50% ഒക്കെ ഓഫ് ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാ ഓഫേഴ്സുകളായിരിക്കും. ഫുള്ള് കടകളിലും കാണും ഇത്. ചെരുപ്പിന്, എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ഓഫേഴ്സ് കാണും കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഇവിടുത്തെ ഒരുക്കങ്ങൾ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ട്രീ ആണ്. വലിയൊരു ട്രീയാണ്. എല്ലാ വർഷവും ഈ കളറ് തന്നെയാണ് വരും കേട്ടോ. ഞാൻ ഈ ജർമ്മനി വന്നിട്ട് 3.5 വർഷമായി.
ഈ 3 വർഷവും അവർ ഈ കളറ് തന്നെയാണ് കേട്ടോ, ഇതിനൊരു മാറ്റവും ഇല്ല. കണ്ട, ഇത് നെയിൽ ആർട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ നെയിൽ ആർട്ട് ചെയ്യത്തില്ലേ, അങ്ങനെ ഒരു കടയായത്. ഞങ്ങളങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ സാറ്റൂണിലേക്കായി ഞങ്ങളുടെ നടത്തം. കാരണം സാറ്റൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോണിക് കടയാണ്. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസ്, ലാപ്ടോപ്പ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ആണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ വിലക്കുറവിന് കിട്ടും കേട്ടോ. ഇന്നത്തെ ദിവസം മാത്രം. പിന്നെ ഒറിജിനൽ സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് വാങ്ങിച്ചാലും അത് ഒറിജിനൽ ആയിരിക്കും കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്വം ക്ലീനർ മേടിക്കണം, പിന്നെന്താ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മേടിക്കണം. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പവർ ബാങ്ക് മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനും പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ ലാപ്ടോപ്പിനൊക്കെ നല്ല ഓഫറുകളുണ്ട് കേട്ടോ. ഹെഡ്ഫോണിനും ഉണ്ട് ഓഫേഴ്സുകൾ കേട്ടോ. ബ്ലൂടൂത്ത് ഹെഡ്ഫോണിനും എല്ലാത്തിനും ഓഫേഴ്സുകളുണ്ട് കേട്ടോ. ഇതാണ് ഫൈനലി എനിക്കിഷ്ടമായത് കേട്ടോ. കണ്ടോ, ഇതാണ് കണ്ടോ, ഇന്നത്തെ ഓഫറിൻ്റെ വിലകൾ കണ്ടോ. 127 രൂപയുടെ സാധനം നമുക്ക് 102 യൂറോയ്ക്ക് കിട്ടും കേട്ടോ. ഇതാണ് ഇവിടെ ഓഫേഴ്സുകൾ കേട്ടോ. ആ ഹെഡ്ഫോൺ ആണെങ്കിൽ ഇവിടെ ഇല്ല. അതിവർ ബെസ്റ്റെല്ലാം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടുന്ന് ഓർഡർ ചെയ്ത് മേടിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്ത് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ കിട്ടുവേ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടും അവർ പറയുന്നത് അതും നുള്ളാണെന്ന്, അത് സീറോയാ, നമുക്ക് അതും ഇല്ല. ബെസ്റ്റെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കയ്യിൽ പോലും ഇല്ല, അവരുടെ സ്റ്റോക്കിലും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇവിടുന്ന് ഞാൻ ഇറങ്ങുവാണ്. വേറൊരു സ്ഥലത്ത് പോയി നോക്കിയാലോ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എങ്കിൽ പിന്നെ ഷൂ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഷൂ ഷോപ്പിൽ കയറി. അവിടെ കയറിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് അവിടുന്ന് ഷൂകളൊന്നും അധികം ഇഷ്ടമായില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ദായിഷ്മാനിലൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളിപ്പം ദായിഷ്മാനിൽ പോവാണ്. ദായിഷ്മാനി വന്നിട്ട് ഇവിടെ ഒരു കടയാണ് ദായിഷ്മാൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്നിട്ട് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കും കേട്ടോ. കാണിക്കാമേ. കണ്ടോ, ഇതാണ് ദായിഷ്മാൻ. കണ്ടോ, ഇവിടെയും 50% ഓഫ് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് ദായിഷ്മാൻ. അതിനെത്ര ഏട്ടായി? 40 ആകുമ്പോൾ 20% ഓഫ് ആകുമ്പോൾ കണ്ടോ, എല്ലാത്തിനും ഓഫ്. ഇതിന് ഓഫ് ഉണ്ട് 20% ഓഫ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഓഫേഴ്സ് കാണുന്നുണ്ട്. ഡ്രസ്സ് എടുക്കുമ്പോഴും അതിനും ഓഫേഴ്സുകളുണ്ട് കേട്ടോ. ഓരോ ഷോപ്പിനനുസരിച്ച് ഓരോ ഓഫേഴ്സുകൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനും 20% ഓഫ് ഉണ്ട്. ഇവിടെ 20, ചില സാധനങ്ങൾക്ക് 30% ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഷൂ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എങ്കിൽ പിന്നെ നമുക്ക് മാൻഹൈമിലോട്ട് വിട്ടാലോ എന്നായി. എന്നാൽ മാൻഹൈമിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ഷൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളിത്. ഒരു ഷൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര കട കയറി ഇറങ്ങിയെന്നറിയാമോ?
പക്ഷേ മനസ്സിനൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മനസ്സിന് ഇഷ്ടപ്പെടുന്നതല്ലേ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം മനസ്സിന് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സാധനം എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഷൂ നോക്കിയിട്ട് എടുക്കുന്ന ഷൂവിൻ്റെ ഒന്നും അളവ് കാണത്തില്ല കേട്ടോ. കാരണം ഒന്നീ അത് ഗ്രോസ് ആയിരിക്കും, വലുതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് ചെറുതായിരിക്കും. അങ്ങനെ ഷൂവിനൊരു ലാസ്റ്റിലൊരു അന്ത്യം ഞങ്ങൾ കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ അവസാനം ഒരു ഷൂ കിട്ടി കേട്ടോ. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി വേറൊരു ഷോപ്പിൽ ചെന്നപ്പോൾ ഉണ്ടടാ, അവിടെ ഗ്ലാസിനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അന്നേരം നമ്മൾ അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചു, ഒരു ചേട്ടായിക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസ് വാങ്ങിച്ചു. എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. എല്ലാ എനിക്ക് തോന്നുന്നു ഇവിടെ ഡിസംബർ 2-ാം തീയതി വരെ ഉണ്ടെന്ന് പറയുന്നു കേട്ടോ ഈ ഓഫേഴ്സുകൾ. Alles klar bei dir? Ja. Also das ist einmal der Kaufverleg von Galeria Kaufhof. Und jetzt bekommt ihr einmal den Kaufverleg von uns. Das ist auch der Garantieschein. ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോൾ 2:30 മണി 5 മണി. പക്ഷെ നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ടായി. അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വണ്ടി നോക്കി നിന്നപ്പോൾ ഉണ്ടടാ, വണ്ടിയാണെങ്കിൽ എല്ലാം ബ്ലോക്കാണ്. അവിടെ എന്തോ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് അവിടെ എന്തോ ട്രെയിനിൻ്റെ എന്തോ പ്രശ്നം. അങ്ങനെ ട്രെയിനൊക്കെ ഭയങ്കര ഇതായിട്ട് പോലീസൊക്കെ വന്ന് ഭയങ്കര റഷും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചുമ്മാ ഒരു വാങ്ങിച്ച് കഴിച്ച്, പോമസിൻ്റെ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിച്ച്, അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഞങ്ങൾ കറങ്ങി അടിച്ച് നടന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ക്രിസ്മസിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. അതൊക്കെ ആയി കാണുന്നതായിട്ട് നിങ്ങളിപ്പം. Viel Spaß. Nimmst du mich auf einer... അപ്പം ടാറ്റ ബൈ ബൈ. എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെയും ടാറ്റ ബൈ ബൈ. സ്നേഹം പ്രിൻസ് റോക്സ്. ബൈ ബൈ.